ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ ഹൗ ഐ സ്പെൻഡ് മൈ ക്രിസ്മസ് വെക്കേഷൻ. അങ്ങനെ ഒരു ദിവസത്തേതാണ് കാണിക്കുന്നത്. എല്ലാ ദിവസവും ഇതേപോലെ ആവണമെന്നില്ല, പല ദിവസം പല രീതിക്കാണ്. ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ക്ലിനിക്കൽ റൊട്ടേഷൻസ് ആണ് ഇപ്പം. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റൽസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എപ്പോഴും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബിസിയാണ്, പഠിത്തം അതും ഇതായിട്ട്. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു റിലാക്സിങ് മൂഡാണ്. ഈ വെക്കേഷൻ ടൈമിലാണ് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര റഷായിട്ടുള്ള ഡേ ആണ്. പഠിക്കണം, ഹോസ്പിറ്റലിൽ പോകണം, തിരിച്ചു വരണം, അങ്ങനത്തെ ഓരോ ചുറ്റുപാടും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഞാൻ എൻ്റെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷെ എല്ലാവരുടെയും ഇങ്ങനെയല്ല കേട്ടോ, എല്ലാവരുടെയും ഇങ്ങനെയല്ല. പക്ഷേ ചില ഡേയ്സ് ഇങ്ങനെ, അങ്ങനെ ചില ഡേയ്സ് പുറത്തു പോകും, ചില ഡേയ്സ് ഒന്നും പുറത്തൊന്നും പോകില്ല, റൂമിൽ തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ. അപ്പം ഇപ്പം ഇന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഉമ്മച്ചി എപ്പോഴും പറയും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് വെക്കുന്നു. അപ്പം ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് എൻ്റെ അമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാണ്. വെച്ചി വ്ളോഗ് കാണുമ്പോൾ വെച്ച് ചിരിക്കായിരിക്കും. അതിനോ എന്താ വെച്ചാൽ അമ്മച്ചിക്ക് പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാം വിചാരിച്ച്. പിന്നെ അതല്ല വ്ളോഗ് എടുക്കല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ വിചാരിച്ച്. അപ്പം അങ്ങനെ സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ ഗൈസ്, വെളിച്ചം വന്നിട്ടില്ല. ഞാൻ സുബസ്കരിക്കാണ്ട് എണീച്ചതാ. അപ്പോൾ ഒന്നും കൂടെ കിടക്കും. എണീച്ച പാടെ ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിക്കും. എനിക്കാണ് എണീച്ച പാടെ തന്നെ ബെഡൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കിയിടണം. അല്ലെങ്കിൽ എനിക്കൊരു മാതിരി ഒരിതാണ്. എനിക്ക് ബെഡൊക്കെ വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര പീസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എണീച്ച പാടെ തന്നെ വേഗം എല്ലാം സെറ്റാക്കി വെക്കും. ചില ദിവസം ഭയങ്കര തണുപ്പായിരിക്കും. അതേപോലത്തെ ഒരു ഡേ ആണെന്ന്. ഇന്നലെ രാത്രി നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഭയങ്കര തണുപ്പൊക്കെ ആകുമ്പോൾ ഞാനൊരു ഹോർലിക്സ് ഉണ്ടാക്കി കുടിക്കും. എന്നിട്ട് ആ വിൻഡോക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ കുറേ നേരം നോക്കിയിരിക്കും ഇങ്ങനെ. ഗൈസ്, ഞാൻ മോമോസാണ് ഉണ്ടാക്കുന്നത്. ഉമ്മച്ചിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഉമ്മച്ചിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായി. അത് ഞാനൊരു എന്താ പറയുക, ഞങ്ങൾ ഇന്ത്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായി ഞങ്ങൾ യൂജിയിൽ. അപ്പം ആ ടൈമിൽ ഞങ്ങൾ ഒരു സ്റ്റോൾ ഇട്ടപ്പം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായി മോമോസ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു ഇതുണ്ടാക്കുന്നത് ചിക്കൻ ഓൾറെഡി ഞാൻ ഇന്നലെ കഴുകി വെച്ചതുണ്ടായി. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് 12 ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. December 28 ഉമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഈ ഡിഷ് ഉമ്മച്ചിക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനവിടെ ഉണ്ടെങ്കിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉമ്മച്ചിനെ വിഷ് ചെയ്യാനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിൽ കാണിച്ചു തരാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ കുക്കിംഗ്. നമ്മുടെ ഈ സ്പെഷ്യൽ മോമോസിൻ്റെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ബ്രീ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഞാനായിട്ട് റെസിപ്പി കാണിക്കണ്ടല്ലോ, ബോറടിപ്പിക്കണ്ടല്ലോ, ആ സെയിം തന്നെയാണ്. പക്ഷേ ചില സാധനങ്ങൾ എൻ്റെ അടുത്തില്ല. സോ അങ്ങനത്തെ വെച്ചിട്ട് സോ നമുക്ക് ഉണ്ടാക്കാം. മൈദ പോയിക്കാന്ന് ഓരോന്നായിട്ട് ചെയ്യാം. ഫൈനലി മൊമോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ടൈമായി
ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇതായതായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ അതായിരിക്കും. അപ്പം ഉണ്ടാക്കിയ സാധനം തിന്നോക്കാം. ഓക്കെ, പൊളി പൊക്കി പറയുന്നത് എൻ്റെ ഉമ്മജിനകത്ത് അതേ ടേസ്റ്റ്. സോസ് വേറെ ലെവലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ സാധനം കൂടി ഉണ്ടാക്കി നോക്ക്. ഡോണറ്റ് മാവൊക്കെ പെർമനൻ്റ് ആയി വെച്ചിട്ടുണ്ടായി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ ബാക്കി കടിച്ചതിൻ്റെ അറിയാമോ, നല്ല അടിപൊളി. ഹോളിഡേയ്സൊക്കെ കാത്തിരിക്കും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. പക്ഷെ മുന്നൊക്കെ എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടും പഠിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിലും ചിലപ്പോൾ കുറച്ച് നേരം ലാപ്ടോപ്പ് നോക്കും, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും മുന്നേ പഠിച്ചതൊക്കെ പഠിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതെൻ്റെ റൂമിൻ്റെ ബാൽക്കണി വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിവിടെ നോക്കിയേക്കാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. ലൈക്ക് നൈറ്റിൽ ഞാൻ അങ്ങനെ വെറുതെ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നല്ല രസമാണ്. ഞാൻ ഒരു പ്രാവശ്യം എന്തായാലും റൂം ടൂർ കാണിച്ചാറുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണിത്. ജോർജിയയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്, വിൻ്റർ സീസണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ലൈക്ക് എൻ്റെ റൂമിൻ്റെ സൈഡിൽ ചെയറുണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ലൈക്ക് ഹീറ്റർ തൊട്ടടുത്തുണ്ട്, നല്ല ചൂടാണ്. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഹോളിഡേ ഇൻ മൈ ലൈഫ്, ലൈക്ക് ക്രിസ്മസ് ഹോളിഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.